രാമൻകുട്ടിയെ നിക്ക്, കുട്ടിയോളുണ്ട്, നോക്കി കൊണ്ടോയിക്കോട്ടാ. നിരപ്പിലെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുന്ന രാമൻകുട്ടിയോട് ഉമ്മാമ വിളിച്ചു പറഞ്ഞു. തൊഴുത്തുമുറിയിലെ ജനാലക്കൽ വെച്ച കണ്ണാടി നോക്കി രാമൻകുട്ടി പൗഡറിട്ടു. പശുക്കളെ നോക്കാനും പിന്നെ അല്ലറ ചില്ലറ വീട്ടുപണിക്കുമായി വന്ന സഹായിയാണ് രാമൻകുട്ടി. സ്വദേശം പാലക്കാട്. ദേശം പോലെ ശുദ്ധമാണ് മനസ്സും. തൊഴുത്തിനോട് ചേർന്ന് ഉമ്മാമ ഡിസൈൻ ചെയ്ത ഒറ്റപ്പൊളി ജനാലയുള്ള ചെറിയൊരു കിടപ്പുമുറിയാണ് തൊഴുത്തുമുറി. ഇപ്പോൾ അത് രാമൻകുട്ടിയുടേതാണ്. ചിലപ്പോൾ പണിക്ക് വരുന്ന തമിഴർക്ക് സാമാനങ്ങൾ വെക്കാനും വേണ്ടി വന്നാൽ 1-2 ദിവസം തങ്ങാനും അനുവദിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. മനസ്സില്ലാ മനസ്സോടെ രാമൻകുട്ടി മോളിയെങ്കിലും തമിഴോ മലയാളമോ ആയ പെണ്ണുങ്ങൾ സാമാനങ്ങൾ പോലും വെക്കരുതെന്ന് രാമൻകുട്ടിക്ക് നിർബന്ധമുണ്ട്. പാലക്കാട്ടേക്ക് പോകുമ്പോഴും വേറെ വിശേഷങ്ങൾക്കുമായി ധരിക്കാൻ ചുവന്ന വരയുള്ള ഒരു വെളുത്ത ഷർട്ടുണ്ട് രാമൻകുട്ടിക്ക്. ഒരു കുപ്പായ കയ്യെ മടക്കി വെക്കൂ, മറ്റേത് അങ്ങനെ വെറുതെ ഇട്ട് വീശി വീശി നടക്കും. രാമൻകുട്ടി എണ്ണ തേച്ച് മുടി വശത്തേക്ക് ഒട്ടിച്ചു വെച്ചു. തേച്ചു കഴുകി വെച്ച മോതിരച്ചെരുപ്പ് കാലിലിട്ടു. ഇത്തിരി പൗഡർ കൂടി കയ്യിലെടുത്ത് കൊട്ടി അടിച്ചു പരത്തി മുഖത്തൊട്ടിച്ചു വെച്ചു. അവസാനമായി ശ്രേന്നൊരു സ്പ്രേ പ്രയോഗം കൂടിയുണ്ട്. അതാണ് അസഹനീയം. ഉണക്കക്കണ്ടി ചുട്ടെടുക്കും പോലെയാണ് അതിൻ്റെ ഗന്ധം. രാത്രിയിലെ കല്യാണത്തിന് കൊണ്ടുപോകുമല്ലോ എന്നോർത്ത് അപ്പോൾ ഞാൻ എന്തും സഹിച്ചു. ഞാൻ വെള്ള ഫ്രില്ല് വെച്ച പച്ച ഉടുപ്പിട്ടു. നീളത്തിലുള്ള സ്വർണമാല ഉമ്മ അലമാരയിൽ നിന്ന് എടുത്തു തന്നു. തല താഴ്ത്തി സ്വർണമാലയുടെ നീളം കാലുവരെ എത്തിച്ചു നോക്കുന്ന എൻ്റെ മുടി പിന്നിലേക്ക് പിടിച്ച് ഉമ്മ മുകളിലേക്ക് വലിച്ചു. അറ്റം ചുരുണ്ട എൻ്റെ മുടിയെ 2 വശത്തും കൊമ്പാക്കി കെട്ടി നിർത്തി. മുന്നിലെ ഓമന മുടിയെ നെറ്റിയിലേക്ക് ചീകിയിട്ടു. പൗഡർ ഇട്ട് കണ്ണെഴുതി തരുമ്പോൾ ഉമ്മയുടെ ചുണ്ടുകൾക്കിടയിൽ വിരിയുന്ന ചെറുപുഞ്ചിരിയുടെ വിടവ് ഞാൻ നോക്കിയിരുന്നു. ഇജെന്താ ഒത്താച്ചി പണിക്ക് പോകാണോ? ഇടനാഴിയിൽ ഉമ്മാമയുടെ ശബ്ദം കേട്ടു. ചീപ്പും കണ്ണാടിയും പിടിച്ച് നടക്കുന്ന ഇത്താത്തയോടാണ് ചോദ്യം. അവൾക്ക് ഉമ്മയുടെ ഹെയർ സ്റ്റൈലിനേക്കാൾ സ്വന്തമായുള്ള സ്റ്റൈലുകൾ കെട്ടുന്നതാണിഷ്ടം. എപ്പോഴും ചീപ്പും കണ്ണാടിയും കയ്യിലും ഒഴിഞ്ഞ പൗഡർ ഡപ്പി കക്ഷത്തും വയ്ക്കും. ഏത് വഴിപോക്കര് വന്നാലും തലമുടി വൃത്തിയില്ലെങ്കിൽ അത് ചീകി മിനുക്കി മെടഞ്ഞു കൊടുക്കും. ഇത് കാണുമ്പോഴൊക്കെ ഉമ്മാമ അവളെ ശകാരിക്കും. ഒരു ഒത്താച്ചി വന്നിരിക്കണ്, പൊയ്ക്കോ ബാവൂലേ. കല്യാണത്തിന് പോകാനിറങ്ങിയപ്പോൾ ഉമ്മാമ അടുത്തു വന്ന് തലയിൽ ഷിഫു എന്ന് ഊതി. രാമൻകുട്ടിയെ വിളിച്ച് കല്യാണ വീട്ടിൽ കൊടുക്കേണ്ട ഉറുപ്പിക വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊടുത്തു. ഉറുപ്പിക ഭദ്രമായി പോക്കറ്റിൽ തിരുകി രാമൻകുട്ടി ഞങ്ങളെ മുന്നിൽ നടത്തി. മുന്നിൽ നടന്ന് ഞങ്ങൾ നിരപ്പെത്താറായപ്പോഴേക്കും കാല് കുഴഞ്ഞ് പിന്നിലായി. കാലുകൾ അകത്തിവെച്ച് നടക്കുന്ന രാമൻകുട്ടി ഇടയ്ക്കിടെ ഞങ്ങളെ തിരിഞ്ഞു നോക്കും. വേം പോരേണ്ടി വരും, ഇക്ക് അവിടെ കുറെ നേരം നിൽക്കാനൊന്നും പറ്റില്ല. കല്യാണ വീട്ടിലേക്ക് കയറും മുന്നേ രാമൻകുട്ടി ഓർമ്മിപ്പിച്ചു. ഇത്താത്തയും പിറുപിറുത്തു. അവൾക്ക് വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ പോരേണ്ടി വന്നതാണ്. അതിൻ്റെ എല്ലാ കിറുക്കും അവൾക്കുണ്ടായിരുന്നു. വർണ്ണക്കടലാസ് കൊണ്ട് അലങ്കരിച്ച ഓലപ്പന്തലിൽ പല നിറത്തിൽ മാലബൾബുകൾ മിന്നിക്കത്തുന്നു. പല നിറത്തിലുള്ള തുള്ളികളിൽ മഴ പെയ്യുകയാണോ എന്ന് എനിക്ക് തോന്നി. സ്കൂൾ കലോത്സവം പോലെ സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞ ഗിൽറ്റുകൾ പതിപ്പിച്ച തട്ടമിട്ട പെണ്ണുങ്ങൾ മണവാട്ടിയെ ഇരുത്തി ഒപ്പന പാടുന്നുണ്ട്. ചുമന്ന പട്ടുസാരി ഉടുത്ത മണവാട്ടി തേങ്ങിക്കരയുമ്പോൾ കുനിഞ്ഞിരിക്കുന്ന തല ഇടയ്ക്കിടെ ഞെട്ടിക്കൊണ്ടിരിക്കുന്നു. പച്ചയും മഞ്ഞയും നീലയും തുടങ്ങി എല്ലാ വർണ്ണങ്ങളിലുമുള്ള ഗിൽറ്റ് പതിപ്പിച്ച സ്വർണ്ണ നിറത്തിലുള്ള തട്ടമാണ് മണവാട്ടിക്കുള്ളത്. എനിക്കതൊന്ന് തൊടണമെന്ന് തോന്നി. ഞാൻ മണവാട്ടിക്ക് പിന്നിലെത്തി മിന്നുന്ന തട്ടത്തിൻ്റെ നിലത്ത് വീണ് കിടക്കുന്ന അറ്റമെടുത്ത് എൻ്റെ തലയിലൂടെ ചുറ്റി. ആഹാ, ഈ മണവാട്ടി സുന്ദരിയാണല്ലോ. പാട്ടുപെട്ടിയും സൗണ്ട് ബോക്സും ഒരുക്കുന്ന ഒരാൾ എന്നെ നോക്കി പറഞ്ഞു. എനിക്ക് മണവാട്ടിയെപ്പോലെ നാണം വന്നു. എന്നെ ഇത്രയും നാണിപ്പിച്ച അയാൾ എനിക്ക് മണവാളനായി എത്തുമെന്ന് എനിക്ക് ഓർക്കാൻ തോന്നി. പെട്ടെന്ന് ചുരുണ്ട മുടിയുള്ളൊരു തടിച്ചി കുട്ടി എൻ്റെ തട്ടം പിടിച്ച് വലിച്ചു. പിന്നെ ഗിൽറ്റ് പറിച്ചെടുക്കാൻ നോക്കി. ഞാൻ കണ്ണുരുട്ടി കാണിച്ചു. പോടി എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കവിളിൽ നുള്ളി. എനിക്ക് വേദനിച്ചെങ്കിലും എൻ്റെ മണവാളൻ കണ്ടാൽ എന്തു വിചാരിക്കുമെന്നോർത്ത് ഞാൻ കരഞ്ഞില്ല.
ബോക്സിൽ നിന്ന് പാട്ടുയരുമ്പോൾ അയാൾ എന്നെ നോക്കി കണ്ണിറുക്കി. ഞാൻ നാണം കൊണ്ട് ചൂളിപ്പോയി. കൂട്ടം കൂട്ടമായി വരുന്ന പെണ്ണുങ്ങൾ തല കുമ്പിട്ടിരിക്കുന്ന മണവാട്ടിയെ താടിയിൽ പിടിച്ചുയർത്തി. ചിലർ കരയണ്ടെന്ന് പറഞ്ഞ് ഉമ്മ വച്ചു. ചിലർ തൂവാല തലപ്പത്ത് തുപ്പല് പുരട്ടി മണവാട്ടിയുടെ മുഖത്തെ കരിമഷി അമർത്തി തുടച്ചു. പെണ്ണുങ്ങളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ മണവാട്ടിയുടെ മുല്ലപ്പൂമാല പൊട്ടിച്ചെടുത്തു. മണവാട്ടി ഒന്നിനും പ്രതികരിച്ചില്ല. ആളുകളുടെ ചവിട്ടുകൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ തട്ടത്തിനടിയിൽ നിന്ന് ഞാൻ പതിയെ എണീറ്റു. നിലത്തു വീണു കിടക്കുന്ന ഗിൽറ്റുകൾ പെറുക്കിയെടുക്കുമ്പോൾ ചുരുണ്ട മുടിക്കാരി എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് എങ്ങോട്ടോ ഓടിപ്പോയി. ഞാൻ വിങ്ങി വിങ്ങി കരഞ്ഞു. വരന്റെ വീട്ടുകാർ എത്തിക്കഴിഞ്ഞുവെന്ന് അവിടെയാകെ വാർത്ത പരന്നു. വലിയ അലുമിനിയം തളികകളിൽ ചുവപ്പും മഞ്ഞയും സർബത്തുകൾ നിരന്നു. ആകെ ഒച്ചപ്പാടും ബഹളവും. മണവാട്ടിയുടെ തേങ്ങൽ ഉച്ചത്തിലായി. പെണ്ണുങ്ങൾ ഉച്ചത്തിൽ കൈകൊട്ടിപ്പാടി പുതിയാപ്പളയെ വരവേറ്റു. എല്ലാവരും ആ വരവ് നോക്കി നിന്നു. സിനിമാ നടനെ കാണാനെന്ന പോലെ ഉന്തും തള്ളുമായി. ഒരു ബജ്ജരി. അകത്തു നിന്ന് പെണ്ണിന്റെ അമ്മായി സ്വർണക്കരയുള്ള വെളുത്ത മുണ്ട് ഇസ്തിരിയിട്ട് കൊണ്ടുവന്ന് പന്തലിൽ ഒത്ത നടുക്കിലെ കസേരയിൽ വിരിച്ചു. എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പുതിയാപ്പള മുണ്ട് വിരിച്ച കസേരയിൽ ഇരുന്നു. ചെക്കന്റെ കൂട്ടത്തിലെ പെണ്ണുങ്ങളിൽ ആരോ മഹറുമാല പെണ്ണിന്റെ വീട്ടിൽ ആർക്കോ കൈമാറി. അകത്തെ പെണ്ണുങ്ങൾ ഓരോരുത്തരായി മാലയുടെ കട്ടിയും കനവും പിടിച്ചു നോക്കി. മഹറുമാല കോലായി മുതൽ അടുക്കള വരെ സഞ്ചരിച്ചു. മണവാട്ടി മാത്രം മഹറ് കണ്ടപ്പോൾ ഏങ്ങലടിച്ചു കരഞ്ഞു. ബിസ്മില്ലാന്നും ചൊല്ലി മഹറ് പെണ്ണിന്റെ കഴുത്തിൽ ബലമായി കെട്ടി. പൊടുന്നനെ കരച്ചിലും നിന്നു. രംഗം ശാന്തമായി. മണവാട്ടി കഴുത്തിലിട്ട മഹറ് കാണാൻ പിന്നെയും ആളുകൾ തടിച്ചുകൂടി. ഇടുങ്ങിയ ആ ചെറിയ മുറിയിൽ മണവാട്ടി ഉരുകിയൊലിച്ചു. ചെക്കന്റെ പെങ്ങന്മാരും അമ്മായിമാരും അടങ്ങുന്ന ഒരു വൻ ജാഥ മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നു. മണവാട്ടിയുടെ വസ്ത്രം മാറ്റിക്കൽ ചടങ്ങാണ് ഇനി. എല്ലാവരും നോക്കി നിൽക്കെ മണവാട്ടിയുടെ വസ്ത്രം അഴിച്ചു തുടങ്ങി. അവൾ ഉച്ചത്തിൽ കരഞ്ഞു. ഇഞ്ഞിപ്പജൊക്കെ മൂടി വെച്ചിട്ടെന്താ, ഓൻ കാണാനുള്ളതല്ലേ? വന്നവരിലാരോ ഇടയ്ക്കു കയറി പറഞ്ഞു. ഓക്കതിന് വലിയ അയവാണ്, ഞാൻ മാറ്റിച്ചരങ്ങണ്ട് കാട്ടിൻ. പെണ്ണിന്റെ ഉമ്മ മണവാട്ടിയെ ഷോള് പുതപ്പിച്ച് പഴയതെല്ലാം മാറ്റി പുതിയവ ഉടുപ്പിച്ചു. ചെക്കന്റെ വീട്ടുകാർക്ക് ആർക്കും ഈ സംഗതി അത്ര പിടിച്ചില്ല. നിക്കാഹ് കഴിഞ്ഞ് മഹറിട്ടാൽ പിന്നെ അവരുടെ പെണ്ണാണ്. എന്തും ചോദിച്ചിട്ടേ പെണ്ണിന്റെ ഉമ്മയ്ക്ക് പോലും ചെയ്യാവൂ എന്നാണ്. ഓരോരുത്തരും മുറുമുറുത്തു കൊണ്ടിരുന്നു. ഇന്നാ പിന്നെ ഒക്കെ ഇങ്ങളാണ്ട് നോക്കിക്കാളി. കൊണ്ടുവന്ന സാരി നാത്തൂനെടുത്തൊരേറ്. വലിയൊരു കലഹം നടക്കാനിരുന്നത് ആരൊക്കെയോ ഇടപെട്ട് ഒത്തുതീർപ്പാക്കി. കഴിഞ്ഞില്ലേ മാറ്റിച്ചല്, ഇനി ബാക്കി അവിടുന്ന് മാറ്റാം. കരയൻ കുഞ്ഞാപ്പു വാതിൽക്കൽ നിന്ന് തല നീട്ടി. പെണ്ണുങ്ങൾ ബേജാറിലായി. എല്ലാവരോടും സമ്മതം ചോദിച്ച് മണവാട്ടി ഇറങ്ങി. മുറ്റത്തെ പന്തലിൽ ഇറങ്ങി ഒന്ന് തലപൊക്കി ചുറ്റുപാടും നോക്കി. ഭക്ഷണ പന്തലിൽ ഓടി നടന്ന് കാര്യങ്ങൾ നോക്കുന്ന ഉസ്മാനിൽ ആ നോട്ടം അവസാനിച്ചു. കണ്ണുകൾ തമ്മിൽ ഉടക്കിയ നിമിഷം അവൾ വിങ്ങിപ്പൊട്ടി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് മുഷ്ടി ചുരുട്ടിയ ഒരു കൈ നീണ്ടുവന്നു. എന്റെ അടുത്ത് വന്നത് തുറന്നു. ഒരു പിടി ഗിൽറ്റുകൾ. തന്നത് എന്റെ മണവാളനും. രാമൻകുട്ടി എന്റെ കൈ പിടിച്ച് വലിച്ചു മുന്നിൽ നടത്തി. നേരത്തെ പോരണമെന്ന് അപ്പോഴും പറഞ്ഞതാ. രാമൻകുട്ടി പിന്നിൽ നിന്ന് പിറുപിറുക്കുമ്പോൾ പച്ചയും നീലയും ചുവപ്പും ഗിൽറ്റുകൾ ഇരുട്ടിലും എന്റെ ഉള്ളം കൈയിലിരുന്ന് തിളങ്ങുന്നത് ആരും കാണാതെ ഞാൻ നോക്കി. ഉമ്മ, കല്യാണം കഴിഞ്ഞാ പിന്നെ എന്താ ഉണ്ടാവുക? ഉറക്കം വരാതെ കട്ടിലിൽ കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചു. പിന്നെ പെണ്ണ് മണവാളന്റെ വീട്ടിൽ നിൽക്കും, ഉമ്മ പറഞ്ഞു. അതെന്തിനെ? ഞാൻ ചോദിച്ചു. എന്നും നിൽക്കണോ? എന്നും. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ഗിൽറ്റുകൾ ഓരോന്നായി ഞാൻ താഴേക്കിട്ട് ഉമ്മയെ കൂട്ടിപ്പിടിച്ച് കിടന്നു.